ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. UK കെയർ വർക്കർ വിസ 2028 ജൂലൈ 22 വരെ മാത്രമേ ഉള്ളൂ എന്നൊരു ന്യൂസ് നിങ്ങളെല്ലാവരും ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നാൽ നിങ്ങൾ നിലവിൽ UKയിൽ കെയർ വർക്കർ വിസയിലുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ 2028 ജൂലൈ 22 ശേഷം UKയിൽ നിൽക്കുവാനും നിങ്ങളുടെ കെയർ വർക്കർ വിസ എക്സ്റ്റെൻഡ് ചെയ്യുവാനും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുന്നതിനോടൊപ്പം താഴെ സ്ക്രീനിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ SOC കോഡെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ കറന്റ് SOC 2020 6135 6136 എന്നീ ജോബ് കോഡുകളിൽ സ്പോൺസർഷിപ്പ് കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ കറന്റ് സ്പോൺസറുടെ കൂടെ ലീഗലായിട്ട് ഏറ്റവും കുറഞ്ഞത് 3 മാസം ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം COSന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. 2. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടു സ്റ്റേ നിങ്ങൾ 2022 ജൂലൈ 28 മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. 3. നിങ്ങളുടെ സ്പോൺസറിനെ ചേഞ്ച് ചെയ്യാതിരിക്കുക. യുവർ ആപ്ലിക്കേഷൻ ഷുഡ് ബി വിത്ത് സെയിം എംപ്ലോയർ യു ഹാവ് ഹാഡ് റീസെൻ്റ്ലി എന്നാണ് നിയമം പറയുന്നത്. ഈ പറഞ്ഞ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ജോബ് കോഡ് SOC 2010 6145 6146 ആണെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, മേക്ക് ഷുവർ യു വർ ഗ്രാൻറ്റഡ് വിസ ബിഫോർ March 11, 2024. രണ്ടാമത്തേത്, ഗ്യാപ്പുകളൊന്നുമില്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് പെർമിഷനാണ് നിങ്ങളുടേതെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തേത്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോബ് കോഡിൽ എംപ്ലോയറെ ചേഞ്ച് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. ഈ പറയുന്ന ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അർജൻറ്റായിട്ട് ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അധികം ലേറ്റ് ആക്കാണ്ട് നിങ്ങളുടെ എംപ്ലോയറോടോ അല്ലെങ്കിൽ HRനോടോ നിങ്ങളുടെ വിസ എക്സ്റ്റൻഷനെ കുറിച്ച് സംസാരിക്കുക. രണ്ടാമത്തേത്, മേക്ക് ഷുവർ യുവർ വിസ ഈസ് വാലിഡ് ആൻഡ് ആക്റ്റീവ്. മൂന്നാമത്തേത്, അനാവശ്യമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ എംപ്ലോയറെ സ്വിച്ച് ചെയ്യാതിരിക്കുക. 4. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കാതെ 2028 ജൂലൈക്ക് മുമ്പായിട്ട് നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. 5. നിങ്ങളുടെ കണ്ടിന്യൂസ് എംപ്ലോയ്മെൻറ്റിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ 2 കുഞ്ഞ് അഡ്വൈസും കൂടെ. 1, നിങ്ങളുടെ കറന്റ് എംപ്ലോയറെ മാക്സിമം വെറുപ്പിക്കാതെ നോക്കുക. 2, വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള വെപ്രാളത്തിൽ ഒരുപാട് ഫ്രോഡ് ആളുകൾ പുറത്തുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും പോയി തല വെച്ച് കൊടുക്കാതെ നോക്കുക.